റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ വരുന്ന പരിപാടിയാണ്, വരുന്ന വയ്യാണ്. എന്താണ് ചോദ്യം? ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് രേവതിക്ക് എന്താണ് അഭിപ്രായം? ഓരോരുത്തരെ കുറിച്ചിട്ടാ, ഓരോരുത്തരെ കുറിച്ച് ഫസ്റ്റ് ഡേ ആണ്, ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പം ചോദിക്കും, ഓരോരുത്തരെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ ഇപ്പൊ എല്ലാരെ കുറിച്ചും ഒറ്റടിക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തരെ കുറിച്ച് ചോദിക്കാം. നമുക്ക് ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസ് അല്ല, ഫസ്റ്റ് ഡേ റിവ്യൂ. ആദ്യത്തെ ആള് രേണു സുധി. ഭയങ്കര നെഗറ്റീവായിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷെ ആൾക്കാരുടെ റിവ്യൂ വെച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇതായിട്ട് ആ നെഗറ്റീവിൽ നിന്ന് കുറച്ചൊന്ന് രേണു അങ്ങോട്ട് ബോറൊന്നും ആക്കിയിട്ടില്ല എൻട്രി എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ ഒരു ഫുൾ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയതുകൊണ്ട് രേണുവിന് ധൈര്യമായിട്ട് അകത്ത് കയറി കളിക്കാം. അപ്പൊ കുറച്ച് നെഗറ്റീവ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, ആൾക്കാരെ വെറുപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വാതുറന്ന് കളിക്കും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ അത് പോസിറ്റീവ് ആവാം. പിന്നെ ചിലപ്പോ അങ്ങനെ അല്ലെങ്കിൽ കളി തെറ്റിപ്പോയാൽ കൂടുതൽ വെറുപ്പിക്കുക. അക്ബർ ഖാനെ കണ്ടിട്ട് നല്ല എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാട്ടുകാരനാണ്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പാടി പാടി നടക്കരുത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇന്നലെ ലൈവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എല്ലാം ഉണ്ട് കേട്ടോ. സംസാരമുണ്ട്, വർത്താനമുണ്ട്, അറ്റ്ലീസ്റ്റ് എല്ലാവരും വാർന്ന് സംസാരിക്കുന്ന കൂട്ടല്ല. അപ്പൊ അതിൽ അക്ബർ സംസാരിക്കും. പിന്നെ സരിക ബേസിക്കലി ഗെയിം ഫ്ലോയിൻ്റെ അനുസരിച്ച് പോകാനാണ് വന്നത്, എനിക്ക് തോന്നിയ കാര്യം. പക്ഷെ ആൾക്കാർക്ക് ആ കുട്ടിക്ക് ഗെയിമൊക്കെ ഇച്ചിരി ഇമോഷണലാണ്. പിന്നെ മറ്റുള്ളവരുടെ ഗെയിമിൽ വീഴാതെ നോക്കുക. ആർ ജെ ബിൻസിയുടെ ഇന്നലത്തെ വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒറ്റ ടാസ്ക് മതി നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ആർ ജെ ബിൻസി ഇന്നലെ വളരെ ക്വയറ്റായിരുന്നു. ആ പുള്ളിക്കാരുടെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ ഒണിയൻ സാബു എല്ലാവരോടും സംസാരിച്ച് ഫ്രണ്ടായിട്ട് നടക്കുന്നത്. ഇന്ന് രാവിലെയും പറയുന്നുണ്ട് എന്തോന്ന്, ഇന്ന് രാവിലെ എന്താ പറയണമെന്ന് അറിയാമോ? ഞാൻ ആരും ഗെയിം കളിച്ച് തുടങ്ങിയിട്ടില്ല, അപ്പൊ പുള്ളിക്കാരൻ ഇനിയായിരിക്കും ഗെയിം കളിക്കാൻ തുടങ്ങുന്നത്. അനുമോള് എല്ലാ ഇമോഷൻസും ഉള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോൾ ഭയങ്കര പോസിറ്റീവാണ്. പുറത്ത് ഫാൻസ് ഒക്കെ ഉണ്ട്, പോസിറ്റീവായിട്ടാണ് കയറിയത്. അപ്പോൾ അനുമോളുടെ നെഗറ്റീവ് സൈഡുകൾ പെട്ടെന്ന് ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതിന് നെഗറ്റീവ് വശങ്ങളൊക്കെ പുള്ളിക്കാർക്ക് നെഗറ്റീവായിട്ട് മാറും. ചെറിയ ചെറിയ നെഗറ്റീവ്സ് അത്രേ ഉള്ളൂ. നെഗറ്റീവ്സിന് വേറൊന്നുമല്ല, നമ്മുടെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ, തന്നിഷ്ടം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ. ഈ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ കയറിയത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആൾക്കാരാണ് അനുമോൾക്കാണോ അതോ രേണു സുധിക്കാണോ? ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഫാൻസ് എനിക്ക് തോന്നുന്നു അനു തന്നെ. പക്ഷെ ഏറ്റവും ചർച്ചാ വിഷയം അത് ആരാണ്? രേണു സുധി. ആര്യൻ കത്തോറിയ ഉറപ്പിച്ചോ മക്കളെ. കളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കളിച്ചില്ലെങ്കിലും വാ തുറന്നില്ലെങ്കിലും ഒരു യങ്സ്റ്റർ ആയിട്ട് കയറിയതല്ലേ, ഫാൻസ് ഒരുപാടുണ്ടാവും, ചാൻസ് ഉണ്ട്. പക്ഷെ വാ തുറന്ന് കളിച്ചാൽ ഈ ഫാൻസും അതും കൂടി ആകുമ്പോഴത്തേക്കും ടോപ്പ് 5 വരെ എത്താനുള്ള ചാൻസ്. കഴിഞ്ഞ കൊല്ലം കളിക്കാതെ തന്നെ ലുക്കുള്ള ആൾക്കാർ ടോപ്പ് 5 എത്തി. പിന്നെയാണ് ഇനി കളിച്ചിട്ട് ചാൻസ് ഉണ്ട്. ആദ്യമായി അനീഷ് ഉടുക്കത്തെ സ്ട്രാറ്റജി ഒക്കെ ആയിട്ടാണ് കയറിയത് കേട്ടാ. പക്ഷെ അത് ചീറ്റി പോവാതിരുന്നാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന് നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ട്. ആരെ കണ്ടാലും ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് സ്ട്രാറ്റജിയാണ്, ഗെയിമാണ്. ഗെയിം കളിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്, കളിക്കട്ടെ. കാര്യം ഗെയിം അവിടെ കാല് കുത്തിയ അപ്പം ഗെയിം കളിച്ചു തുടങ്ങിയത്, പ്രകടമായ ഗെയിം കളിച്ചു തുടങ്ങിയത് അനീഷാണ്. പക്ഷെ നെഗറ്റീവ് ആവാതെ സൂക്ഷിക്കണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നല്ല, ആൾക്കാരെ വെറുപ്പിക്കാതെ സൂക്ഷിക്കണം, അവിടെ നിന്ന് പോകണം. എന്നാ സൂപ്പറായി. നിവിൻ ഒരു എന്റർടൈനർ ആണ്. കളി തുടങ്ങിയിട്ടില്ല, ഇതുവരെ കളി തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ കളി തുടങ്ങിയിട്ടില്ല, കളിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഷാനവാസ് ഒതുങ്ങിക്കൂടി ഇങ്ങനെ എനിക്ക് എൻ്റെ കട്ടിൽ എൻ്റെ തുണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളിങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഷാനവാസ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഷാനവാസ് രുദ്രനാണ്, ഭയങ്കര ഒരു ഇമേജ് ആണ് രുദ്രന്, ഭയങ്കര മാൻലി ആയിട്ട്. പക്ഷെ ഷാനുവിന്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ട്. ഷാനവാസിന്റെ ഉള്ളിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് സമയമെടുക്കും. മുൻഷി രഞ്ജിത്ത് ആള് രസികനാണ്, എല്ലാവരും ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. ഇന്ന് രാവിലെ കുറച്ച് പേരെ ഇമിറ്റേറ്റ് ചെയ്തതേ ഉള്ളൂ, നല്ല ട്രോളയൊക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ സമയത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ആദില നൂറ ഇതുവരെ കുഴപ്പമില്ല. ഇന്നലെ രാത്രി അടിയും ബഹളത്തിനും മറ്റേ സ്റ്റാറൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി രണ്ടുപേരും ഫിസിക്കലി നല്ല ഇതാണ്, നല്ല ബോണ്ടിങ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ ഇതുണ്ട്, ബോണ്ട് സ്ട്രെങ്ത് ഉണ്ട് ഇവർ രണ്ടുപേരായതുകൊണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്. ഗ്രേസ്ഫുൾ ആയിട്ട് കളിച്ചാൽ നന്നായിരിക്കും.
ശൈത്യ സന്തോഷ്. ശൈത്യ ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചേ, ഇവര് ഈ പെമ്പിള്ളേരെല്ലാരും കൂടെ കിടന്ന് അടിയും ബഹളമാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റാറിന് വേണ്ടി. ഒന്നിന്റെ പുറത്ത് ഒന്നിങ്ങനെ കിടക്കാൻ. അപ്പൊ ശൈത്യ എന്താ ഇതെന്താ ഇതിങ്ങനെ വയലൻസ് പാടുണ്ടോ, ഇവിടെ അടി പാടുണ്ടോ, ഇത് ശരിയല്ല എന്നൊക്കെ. അപ്പോൾ മാറി നിന്ന് അങ്ങ് പോവും. കളിക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും. നമ്മുടെ അപ്പാണി ശരത്. അപ്പാണി തുടങ്ങിയിട്ടില്ല, കളി തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ വീശിക്കുകയാണ്. കുറെ ആൾക്കാർ വീക്ഷണമാണ് കേട്ടാ. പക്ഷെ വീക്ഷിച്ചോണ്ടിരിക്കുന്ന നേരം കൊണ്ട് ബാക്കിയുള്ളവർ സ്കോർ ചെയ്യാതെ നോക്കിക്കോളുക. പക്ഷെ കളിക്കും. ഗിസേൽ ടക്രാൻ പുള്ളിക്കാരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാര്യം എവിടെ നിന്നാലും ഗിസേലിനെ നമ്മൾ കാണും. കാര്യം അങ്ങനത്തെ ഒരു ലുക്കും ഒക്കെയാണ് നമ്മൾ എവിടെ ശ്രദ്ധിക്കും ഗിസേലിനെ. ഇനി വാ തുറന്നും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. വാ തുറന്ന് സംസാരിക്കണം. ശരി, നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നിയുടെ കാര്യം പറയും. ബിന്നി ഒരു കുട്ടിത്തമുള്ള കുട്ടിയാണ്. ബിന്നി അനുമോളുമാണ് ഇങ്ങനെ ഒറ്റക്കെട്ടെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ടാവും കേട്ടോ. കാര്യം പറഞ്ഞാൽ ഒരേപോലെ നിൽക്കുന്ന കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. ഒരേപോലെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴേ നമുക്കൊരു പവർ ഫീൽ ചെയ്യുള്ളൂ, സ്ട്രെങ്ത് ഫീൽ ചെയ്യും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും രണ്ടാവും. കുട്ടികളെയൊക്കെ മാറ്റി കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഗെയിമിൽ. രണ ഫാത്തിമയാണ് ഏറ്റവും ചെറുത്. പക്ഷെ ഇന്നലെ ഏറ്റവും കൂടുതൽ അവിടെ പിടിവലി നടത്തിയത് രണ ഫാത്തിമയാണ്. അപ്പൊ അതുകൊണ്ട് വിട്ടുകൊടുക്കുന്ന ചാൻസ് കാണുന്നില്ല. കളിക്കും. അഭിശ്രീ കളിക്കും. അഭിശ്രീക്ക് എല്ലാത്തിനും ഒരു ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. ദേഷ്യവും ഇമോഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അത് പറഞ്ഞ് ഭയങ്കര ദേഷ്യമാണ് എനിക്കെന്നുള്ള അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലാസ്റ്റ് ആള് ശാരിക. അയ്യോ, ഇന്നലെ കമന്റ് സെക്ഷനിൽ അയ്യോ ശാരിക ചേച്ചി എന്തൊരു പാവം, കണ്ടിട്ട് പാവം തോന്നുന്നു. നമ്മൾ വിചാരിച്ച ഇതാണ് പ്രശ്നം. പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നമുക്ക് സമാധാനത്തിൽ ഇങ്ങനെ പോവാം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് അത്രയും നെഗറ്റീവ്, ഇനി നെഗറ്റീവ് പറയാൻ ആരും ബാക്കിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അയ്യോ കഷ്ടപാവം, ഇവരെയാണോ നമ്മൾ ഇത്രയും പറഞ്ഞു, ഇവർ ഇത്രയും ഭീകരിയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ ആൾക്കാർ അതേപോലെ തോന്നിയതാണ് ശാരിക. ഇനി കളിച്ചാൽ മതി, അല്ലെങ്കിൽ പാവം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സൈഡാക്കി ഔട്ടാക്കും. എല്ലാരും കഴിഞ്ഞ് ഇനി നമുക്ക് പോയാലോ കാപ്പി കുടിക്കേ? ആയിക്കോട്ടെ. ബാ.